നമസ്തേ, ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം. പ്രശസ്ത ശാസ്ത്രജ്ഞനും അധ്യാപകനും എഴുത്തുകാരനും പ്രാസംഗികനുമായ പ്രൊഫസർ എസ് ബാലരാമ കൈബിളാണ് നമ്മോടൊപ്പം ചേരുന്നത്. സാർ, എനിക്കിന്ന് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനമാണ്. 3 രാജ്യങ്ങൾ സന്ദർശിച്ചിരിക്കുന്നു. നിർണായകമായ ചില നേട്ടങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നു. വൻ നേട്ടമാണ്. അതെ, തീർച്ചയായിട്ടും വൻ നേട്ടമാണ് മോഡിയുടെ സന്ദർശനം. ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോഴത്തെ ഭൗമരാഷ്ട്രീയത്തിൻ്റെ കാലാവസ്ഥ, ഒരു വശത്ത് അമേരിക്ക നമുക്കെതിരെ ഒരു വലിയ പടനീക്കമായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ താരിഫുകൾ ചുമത്തുന്നു. താരിഫ് യുദ്ധത്തിൻ്റെ കാലം, നമ്മൾ റഷ്യയുടെ യുദ്ധത്തെ സഹായിക്കുന്നു എന്നൊക്കെയാണ് അമേരിക്ക ആരോപിക്കുന്നത്. അമേരിക്കയും പാകിസ്ഥാനും ഒക്കെ കൂടെ ചേർന്ന് ഒരു കുറുമുന്നണി പോലെ ഇന്ത്യക്കെതിരെ നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ ഈയിടെ മെക്സിക്കോ ആണെങ്കിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയുടെ പുറകെ കൂടി അമേരിക്കയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തുകയുണ്ടായി. അതെന്തോ ആവട്ടെ, പക്ഷേ ഇന്ത്യ ചെയ്തതെന്താ? ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിക്ക് പ്രശ്നമൊന്നും വന്നില്ല. അമേരിക്കയിലേക്ക് കുറേ ഉൽപ്പന്നങ്ങൾ പോകുന്നു, അത് പോകുന്നത് തടയപ്പെട്ട് കാണും. തടയപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, തടയപ്പെട്ടിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എങ്കിൽ പോലും പല ഉൽപ്പന്നങ്ങളും അങ്ങോട്ട് പോകില്ല എന്നൊരു ഘട്ടം മുന്നിൽ വരുന്നത് കണ്ടുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തത് പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. വാസ്തവത്തിൽ നമ്മൾ മുന്നേ കൂട്ടി നിശ്ചയിച്ച മുൻ ചർച്ചകളുടെ ബാക്കിയാണ് ഈ സന്ദർശനം. ഒരു സന്ദർശനവും ആകസ്മികമല്ല. പക്ഷേ ഒരു പുതിയ കാര്യക്കൂട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ അന്തരീക്ഷത്തിൽ നമുക്ക് ഗുണകരമാകുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ മാർക്കറ്റുകളും കൂടി കണ്ടെത്തുന്നു എന്നുള്ളതാണ്. 3 പോയിട്ടുണ്ട്. നൈജീരിയ ഉണ്ട്, എത്തിയോപ്യ ഉണ്ട്, അതുപോലെ ഒമാനുണ്ട്. ഈ 3 രാജ്യങ്ങളുമായിട്ടും വ്യത്യസ്തമായ കരാറുകൾ ഒപ്പുവെച്ചു. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഒമാനുമായിട്ട് ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ 3 വർഷം മുമ്പ് ഒരു രാജ്യമായിട്ട് നമ്മൾ കരാർ ഒപ്പുവെച്ചായിരുന്നു. അത് UAE ആയിട്ടാണ്. അന്ന് തന്നെ ദിർഹം രൂപ എന്ന ക്രമത്തിൽ പരസ്പരം നമ്മൾ ഈ കച്ചവടത്തിൽ പണം അങ്ങോട്ടും ഇങ്ങോട്ടും പേ ചെയ്യാൻ തീരുമാനമായിരുന്നു. യഥാർത്ഥത്തിൽ അമേരിക്ക ഇന്ത്യക്കെതിരെ തിരിയുന്ന ഘട്ടം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അത് നമ്മൾ ആലോചിക്കണം. കാരണം നമ്മൾ ഡോളറിനെ ഒഴിവാക്കി. ഡീഡോളറൈസേഷൻ, ഇതിനു മുമ്പും പല വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ശ്രമിക്കുന്ന ഒരു കാര്യം ഡോളർ ഡിപ്പെൻഡൻസ് ഒഴിവാക്കാനാണ്. നമുക്ക് ഡോളറിനോട് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഡോളറിനെ ആശ്രയിച്ച് നമ്മൾ എത്ര മുന്നോട്ട് പോകുന്നു. നമ്മൾ വിദേശത്ത് ഒരു ഉൽപ്പന്നം വാങ്ങാൻ ഡോളർ മുടക്കുമ്പോൾ, ഒരു ഉൽപ്പന്നം നമുക്ക് കിട്ടുമ്പോൾ അവിടെയും ഡോളർ വരുമ്പോൾ ഡോളർ ഡിപ്പെൻഡൻസി ഉണ്ടാവണേ. ഈ ഡിപ്പെൻഡൻസി കൂടുന്തോറും മൂല്യം ഇടിയും, രൂപയുടെ മൂല്യം ഇടിയും. കാരണം ഡോളറിന് മൂല്യം കൂടും സ്വാഭാവികമായിട്ട്. രൂപയൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഡോളറിന് മൂല്യം കൂടും അവിടെ. അപ്പം അതനുസരിച്ച് അവൻ്റെ മൂല്യം കൂടുമ്പോൾ നമ്മൾ കുറയാമെന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഇത് വലിയൊരു ദുരിതമാണ്. ഡിസ്പ്രപ്പോർഷനായിട്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നേറ്റം, നമ്മുടെ സാങ്കേതികത, നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ, ഇവിടുത്തെ ഉൽപ്പാദനം, ഇതെല്ലാം കണക്കൂട്ടുമ്പോൾ പോലും നമ്മുടെ GDPയുടെ ഉയർച്ച, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപങ്ങൾ, നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, എല്ലാത്തിൻ്റെയും ഒരു ഗതി ഉന്നമനത്തിലാണെങ്കിൽ പോലും പെട്ടെന്ന് ഡോളറിലേക്ക് നോക്കുമ്പോൾ ഡോളർ പിന്നെ കൂടിക്കൊണ്ടിരിക്കുക. അതൊരു ചതിയാണ്. നമ്മൾ ഡോളർ ഡിപ്പെൻഡൻസി ഒഴിവാക്കാൻ നോക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു സ്റ്റെപ്പ് അവിടെ ഉണ്ട്. അത് UAE ആയിട്ട് അന്ന് തന്നെ നമ്മൾ കരാർ ഒപ്പുവെച്ചായിരുന്നു. അതിൻ്റെയൊക്കെ ബാക്കിയാണ് പിന്നീട് ഇന്ത്യയിൽ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി നടന്ന കർഷക സമരങ്ങൾ. ഇന്ത്യക്ക് ചുറ്റുമായിട്ട് പല നമ്മുടെ മിത്രരാജ്യങ്ങളിലെ പല ഗവൺമെൻറ്റുകളെ അട്ടിമറിച്ചു എന്നുള്ളത്. ശ്രീലങ്കയിൽ അമേരിക്കൻ ഫണ്ടിങ്ങോടുകൂടി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ജനതാ വിമുക്തി പരമുന എന്ന സംഘടനയുടെ പേരിൽ അവിടെ നിലവിൽ വന്നു. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ബംഗ്ലാദേശിലെ നമുക്ക് പ്രിയപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഹസീനെ അവിടുന്ന് അവരെ അധികാരത്തിൽ നിന്ന് ഓടിച്ചു. അവർ ഇന്ത്യയിൽ വന്ന് താമസമായി. പകരം വന്ന യൂനുസ് ആണെങ്കിൽ ഒരു നൊബേൽ ലോറിയേറ്റ് ആണെങ്കിൽ പോലും ഒരു വൃത്തികെട്ട മത തീവ്രവാദിയെപ്പോലെ പെരുമാറുകയാണ്. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ എന്താണെന്നോ, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് എന്താണോ, ആ നോബൽ പ്രൈസ് എന്നുള്ളതിൻ്റെ മഹത്വം എന്താണെന്നോ ഒന്നും പരിഗണിക്കാതെ അദ്ദേഹം വെറും ഒരു സങ്കുചിത മതവാദിയായിട്ട് ഇന്ത്യയുടെ ശത്രുവായിട്ട് പെരുമാറുകയാണ്. ഈ ഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു ക്രിസ്തീയ ഭൂരിപക്ഷ രാജ്യമാണ് നൈജീരിയ. എത്തിയോപ്യയും അതുപോലെ തന്നെ ഒമാനുമൊക്കെ മുസ്ലിം ഭൂരിപക്ഷമുള്ളതാണ്. ഇതിൻ്റെ നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ, ഒരെണ്ണം ഒരു ഗൾഫ് രാജ്യമാണ്, മറ്റേത് രണ്ടും ആഫ്രിക്കൻ കറുത്തവർഗ്ഗക്കാരുടെ നാടുകൾ. ഇതുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യ ഒരു രാഷ്ട്രവും കൂടിയായിട്ട് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. അതിൽ വളരെ രസകരമായൊരു വസ്തുതയുണ്ട്. ഒമാനിലേക്ക് നമ്മൾ അയക്കുന്ന വസ്തുക്കൾക്ക് താരിഫില്ല. ഏതാണ്ട് 98% വസ്തുക്കൾക്കും താരിഫില്ല.
അതൊരു ചെറിയ കാര്യമല്ല. ഇവിടുന്ന് ഒരാളൊരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നു, ശരി, ഒരു ഷർട്ട് ഉണ്ടാക്കി അങ്ങോട്ട് അയക്കുന്നു. ഈ ഷർട്ടിന് $10 അവിടെ ഇടേണ്ട വിലയെങ്കിൽ അവിടെ താരിഫ് അടിച്ചിട്ട് ഒരു 50% താരിഫ് അടിച്ച് $15 ആക്കിയാൽ സ്വാഭാവികമായിട്ട് വില കൂടും. വേറെ രാജ്യത്തു നിന്ന് ഒരു 20% താരിഫോടുകൂടി $12 അവനെങ്കിൽ $3 വ്യത്യാസം അവിടെ വന്നില്ലേ? ഈ അവസ്ഥ ഇപ്പോൾ അമേരിക്കയിലുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്. പക്ഷേ ഒമാൻ എന്താണ് ചെയ്യുന്നത്? വേണ്ട, താരിഫ് വേണ്ട, ഞങ്ങളാ നികുതി എടുക്കുന്നില്ല. ആ രാജ്യം അവിടെ വിൽക്കുന്നൊരു സാധനത്തിന് നികുതി വാങ്ങുന്നില്ല ഇന്ത്യയിൽ നിന്നാണെങ്കിൽ. അപ്പോൾ ഇന്ത്യക്ക് ഒരു മാർക്കറ്റ് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് തന്നേക്കുക. നമ്മുടെ വീടിനടുത്തുള്ള ചന്തയെ കൊണ്ട് സാധനം വിൽക്കണ പോലെയാണ്, നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന പോലെയാണ്. ഒരു നികുതി ഇല്ലാണ്ട് വിൽക്കുന്നു. എന്ന് വെച്ചാൽ വഴിയേരി വെച്ച് വിൽക്കണതിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരു നികുതി ഇല്ലാണ്ട് എന്ന് പറഞ്ഞ പോലെ അവിടെ നികുതിയില്ല. അപ്പം തിരിച്ചിങ്ങോട്ടും ഒമാനിൽ നിന്നുള്ള കുറേ ഉൽപ്പന്നങ്ങൾ ഇതുപോലെ തന്നെ ഏതാണ്ട് 80-90% ഉൽപ്പന്നങ്ങൾക്കും നമ്മൾ നികുതി വാങ്ങുന്നില്ല. ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. ആ കൊടുക്കൽ വാങ്ങൽ ഒരു പരസ്പര ധാരണയാണ്, പരസ്പര ബഹുമാനമാണ്. ഇതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് രണ്ട് രാജ്യത്തെയും ഉൽപ്പാദകർക്കും കച്ചവടക്കാർക്കുമാണ്, എക്സ്പോർട്ടേഴ്സിനൊക്കെ. അതിൽ ഇന്ത്യക്കാരുടെ ഭാഗം ആലോചിക്കൂ. ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് പോകണം. ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾക്ക് പുതിയൊരു മാർക്കറ്റ് കിട്ടുകയാണ്. അതൊരു രാജ്യം തന്നെ ഒരു മാർക്കറ്റായിട്ട് മാറുകയാണ്. അതും ഒരു ഗൾഫ് രാജ്യം, സമ്പന്നരായിട്ടുള്ള ആൾക്കാരുള്ള നിരവധി മലയാളികൾ, നിരവധി ഇന്ത്യക്കാർ എല്ലാം ജോലി ചെയ്യുന്ന ഒരു നാട്. അവിടെ ചെന്നപ്പോൾ മോഡി ആൾക്കാരോട് ഇവിടെ നിരവധി മലയാളികളുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുഖമാണോ എന്ന് ചോദിച്ചു. എല്ലാവരും കൈയടിച്ചു. എന്നിട്ട് പറഞ്ഞു, മലയാളി മാത്രമല്ല, ഇവിടെ തമിഴരുണ്ട്, കന്നഡക്കാരുണ്ട്, തെലുങ്കരുണ്ട്, എനിക്കറിയാം, ഇതൊരു മിനി ഇന്ത്യയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹം അഡ്രസ്സ് ചെയ്തു. പണ്ട് തന്നെ ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവിടെ, പ്രത്യേകിച്ച് അധ്യാപന മേഖലയിലൊക്കെ. അപ്പോൾ മുമ്പ് എറണാകുളത്ത് നിന്ന് സ്വദേശി സയൻസ് മൂവ്മെൻറ്റിൻ്റെ കീഴിലുള്ള സയൻസ് ഇന്ത്യ എന്ന മാഗസിൻ ഇറങ്ങുമ്പോൾ ഈ സയൻസ് ഇന്ത്യ പോയിരുന്ന സ്ഥലങ്ങളിലൊന്നാണത്. സയൻസ് ഇന്ത്യ ക്ലബ്ബൊക്കെ ഒമാനിലുണ്ടായിരുന്നു. മലയാളികളായിട്ടുള്ള അധ്യാപകരാണ് അതൊക്കെ കോർഡിനേറ്റ് ചെയ്തിരുന്നത്. അവിടെയൊക്കെ വിദ്യാർത്ഥികൾ അന്നത്തെ കാലത്ത് സയൻസ് ഇന്ത്യയുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നാട്, ധാരാളം ഇന്ത്യക്കാരുള്ള, ധാരാളം മലയാളികളുള്ള ഒരു സ്ഥലം. അപ്പം ഇന്ത്യക്കാർ ജീവിതം കരിപ്പിടിപ്പിച്ച, നാട്ടിലേക്ക് ധാരാളം പണം അയക്കുന്ന ഒരു ഗൾഫ് രാജ്യം. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒമാൻ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഈ ലോകരാജ്യങ്ങളുടെ ജിയോ പൊളിറ്റിക്സ് ബഹളങ്ങൾ അതൊക്കെ ഉണ്ടാകുമ്പം ഒമാൻ്റെ സ്റ്റാൻഡ് വളരെ തണുപ്പനാണ്. അവർ ആരോടും പ്രശ്നം ഉണ്ടാക്കാണ്ട് പോകുന്ന ഒരു ശാന്തമായ രാജ്യം. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം വന്നാലോ അവർ കഴിയുന്ന ഇന്ത്യയുടെ കൂടെ നിൽക്കുകയുള്ളൂ. അവർ പറയണത് ഇന്ത്യയായിട്ട് ഞങ്ങൾക്ക് 1000 ആണ്ടുകളുടെ ബന്ധമാണ്. അതൊരു വാസ്തവമാണ്. മിക്ക ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് 1000, 2000, ഒരു വർഷം 3000 വർഷങ്ങളുടെ ബന്ധമുണ്ട്. ഇന്നത്തെ പുതിയ കാലത്ത് പെട്രോളിയം വന്ന് ലോകത്ത് ഏത് നാട്ടിൽ നിന്ന് എന്തും വാങ്ങാം എന്നുള്ള പണത്തിൻ്റെ ശക്തി ഗൾഫ് രാജ്യങ്ങൾക്ക് വന്നപ്പോഴാണ് എവിടുന്ന് അവർക്ക് ഉൽപ്പന്നം വാങ്ങാൻ പറ്റുന്നത്. അതിന് മുമ്പ് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വേണ്ടുന്ന അരി മുഴുവൻ ഗുജറാത്തിൽ നിന്നാണ് പോയിരുന്നത്. ഗൾഫ് രാജ്യങ്ങൾ പലയിടത്തേക്കും അരി പോയിരുന്നത് ഗുജറാത്തിൽ നിന്നാണ്. കാരണം അവർക്ക് ഇന്ത്യയിൽ നിന്ന് വേണം സാധനം വാങ്ങാൻ. അപ്പോൾ അവർക്ക് ഏറ്റവും അടുത്തുള്ള ഇന്ത്യയുടെ തീരങ്ങളാണ് ഗുജറാത്ത് തീരങ്ങൾ. അവിടുന്ന് അരി വാങ്ങി പോകുമായിരുന്നു. ഇന്നും അങ്ങോട്ട് അരിയൊക്കെ പോകുന്നുണ്ട്. നിരവധി ഉൽപ്പന്നങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഗൾഫ് രാജ്യങ്ങൾക്ക് നമ്മളുമായിട്ടൊരു അഭേദ്യ ബന്ധമുണ്ട്. കേരളത്തിൽ നിന്ന് കുരുമുളക് വാങ്ങുമായിരുന്നല്ലോ അറബികൾ. അതെ, അത് നമുക്ക് എന്നും ചരിത്രത്തിൽ അറിയാവുന്ന കാര്യമാണ്. അവരുടെ താല്പര്യങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ പോർച്ചുഗീസുകാർ വന്ന് അവരോട് അടിയുണ്ടാക്കിയപ്പോൾ ഇന്ത്യയിലെ രാജാക്കന്മാരാണ്, സാമൂതിരിയൊക്കെയാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തത്. അത് ഒരു കച്ചവടത്തിൻ്റെ ബന്ധമാണ്. അത് മതം എന്താണെന്നോ അങ്ങനെയൊന്നുമല്ല. അനേകം വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് നടത്തിയിരുന്ന ഒരു കച്ചവട ബന്ധത്തോടുള്ള നമ്മുടെ റെസ്പെക്റ്റാണ്. ആ റെസ്പെക്റ്റ് തന്നെ ഒമാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും കാലത്തെ ബന്ധമുണ്ട് ഇന്ത്യയായിട്ട്. ആ ബന്ധത്തെ എല്ലാം മാനിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ ചില പ്രശ്നങ്ങൾ താരിഫുകളുടെ രൂപത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു താരിഫും ഞങ്ങൾ അടിക്കുന്നില്ല. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ചന്തയിൽ നിങ്ങൾ വിൽക്കുന്ന പോലെ കൊണ്ട് വിൽക്കുക, ലാഭം എടുത്തുകൊള്ളുക. തിരിച്ചും അത് തന്നെ നമ്മളും ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ കുറച്ച് പുതിയ കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. ഒമാനുമായിട്ടുള്ള കരാറ് നമ്മൾ ഈ കച്ചവടമൊക്കെ നടക്കുമ്പോൾ അവിടെയും ലോക്കൽ കറൻസീസാണ് വരാൻ പോണേ, ഡോളർ വേണ്ട. ഇതുകൂടാതെ ഇന്ത്യയുടെ ഏറ്റവും വലിയ IT പ്രോഡക്റ്റ്, ഇന്ത്യയുടെ സ്വന്തം പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മുടെ UPI പേയ്മെൻറ്റ് സിസ്റ്റം. ആ പേയ്മെൻറ്റ് സിസ്റ്റം അങ്ങോട്ടും പോവുക. നമ്മുടെ ഗൂഗിൾ പേ ഒക്കെ പോലുള്ള സാധനങ്ങൾ അവിടെ ഉപയോഗിക്കാൻ, അവിടുത്തെ ഇന്ത്യക്കാർക്ക് ഉപയോഗിക്കാം. ആ രാജ്യത്ത് പ്രചരിക്കാൻ പോകുന്നു. ലോകത്ത് ഇത്രയും മികച്ച ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ഇല്ല. അത് പല രാജ്യങ്ങളും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നാളത്തേക്കുള്ള ഒരു പുരോഗതിക്ക് അതൊരാവശ്യമാണ്. അത്തരം ഒന്ന് അങ്ങോട്ട് പോകുന്നു.
ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ പ്രതിരോധ കരാറുകളുണ്ട്, കാർഷിക കരാറുകളുണ്ട്. ഇതെല്ലാം തന്നെ ഈ 3 രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രതിരോധം എന്ന് പറയുമ്പോൾ പലതരത്തിലാണ്. ഇന്ത്യയുടെ ആയുധങ്ങൾ അവിടെ വിൽക്കപ്പെടും. അതുപോലെ തന്നെ അവരുടെ സൈന്യങ്ങൾക്ക് നമ്മുടെ സൈനിക മേധാവികൾ പരിശീലനം കൊടുക്കും. പണ്ട് തന്നെ പല രാജ്യങ്ങളുടെയും സൈനിക ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ച് ഓഫീസർ പോസ്റ്റുള്ളവർക്ക് ഇന്ത്യയുടെ സൈനിക ഓഫീസർമാരുടെ പരിശീലനം നടക്കുന്ന അക്കാഡമികളിൽ സൗകര്യമുണ്ട്. അതെ, പലയിടത്തും ഉണ്ട്. അതിൻ്റെ പുതിയ രൂപങ്ങൾ വരുമായിരിക്കും. നമ്മുടെ മിലിറ്ററി അവിടെ ചെന്നവരെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. നമ്മുടെ മിലിറ്ററിയുടെ സാന്നിധ്യം നാളെ അവിടെ ഉണ്ടാകുമായിരിക്കും. അതുപോലെ തന്നെ ഒമാനിലൊരു തുറമുഖം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു. നേവിയുടെ ആവശ്യങ്ങളായിട്ട് ദുഃഖം എന്ന് പറയുന്ന ഒരു തുറമുഖം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു അർത്ഥത്തിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ മാത്രമല്ല, അത് വ്യാപാര കരാറാണ്, സാമ്പത്തിക കരാറാണ്, കാർഷിക കരാറാണ്, സൈനിക കരാറാണ്. പല തലങ്ങളിലേക്ക് പോവാണ്. ഇതിൻ്റെ വിവിധ രൂപങ്ങൾ തന്നെയാണ് ഈ 3 രാജ്യങ്ങളുമായിട്ടും ഒപ്പുവെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളൊക്കെ അവരുടെ പരമോന്നത ബഹുമതികൾ കൊടുത്താണ് സത്യം പറഞ്ഞാൽ മോഡിയെ സ്വീകരിച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നൈജീരിയ അവരുടെ പരമോന്നത ബഹുമതി 2 പേർക്ക് കൊടുത്തുള്ളൂ. ഇതിന് മുമ്പ് കൊടുത്തേക്കുന്നത് എലിസബത്ത് രാജ്ഞിക്ക്, ഇപ്പം നരേന്ദ്രമോദിക്കും. അങ്ങനെ അവർക്ക് ആവശ്യമുള്ളൊരു രാജ്യം അതാണ് ഇന്ത്യ. പലപ്പോഴും നോക്കുമ്പം എന്താണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ പല രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമുണ്ട്. എത്യോപ്യ, നൈജീരിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ആഫ്രിക്കയിലേക്കുള്ള ഏറ്റവും വലിയ എൻട്രിയാണ്. എത്യോപ്യയിലേക്ക് ഇപ്പം നമ്മൾ ഇന്ത്യൻ മരുന്നുകൾ അയക്കാൻ പോവുക. ഓൾറെഡി ഇന്ത്യയുടെ മരുന്നുകളാണ് ആഫ്രിക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ. അതെ, പണ്ട് തന്നെ വാക്സിൻ മാത്രമല്ല, എല്ലാ മരുന്നുകളും നമ്മുടെ മെഡിസിൻസാണ് അവിടെ. പണ്ട് ചൈനക്കാർ ഇന്ത്യൻ മെഡിസിൻ എന്നുള്ള പേരിൽ വ്യാജമരുന്ന് നടക്കാൻ നോക്കി. ആഫ്രിക്ക മുഴുവൻ അതിനെ എതിർത്തു. അത് വലിയ വിഷയമുണ്ടായി. ചൈനയ്ക്ക് മാപ്പ് പറയേണ്ടി വന്നു. അപൂർവമായിട്ട് ചൈന മാപ്പ് പറയുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുള്ളൂ. പക്ഷേ അന്ന് അങ്ങനെ ഉണ്ടായി. കാരണം ഇന്ത്യൻ മെഡിസിൻസ് അതിനൊരു വിശ്വാസ്യതയുണ്ട്. അത് വീണ്ടും അവിടെ പ്രചരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നോക്കുമ്പം ഇപ്പം അലോപ്പതി മരുന്നിൻ്റെ കാര്യമായിരിക്കും ഈ പറയുന്നത്, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്. പക്ഷേ അവിടെയുള്ള വെറ്റിനറി ഫീൽഡിൽ ആയുഷ് മെഡിസിൻസും പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാൻ മേല ആൾക്കാർക്ക്. പക്ഷേ അതുണ്ടെന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ 2-3 വർഷം മുമ്പ് ഗോവയിൽ ആയുഷിൻ്റെ ഒരു വെറ്റിനറി മെഡിസിൻ്റെ ഒരു സെമിനാർ പങ്കെടുത്ത് അതിലൊരു പ്രബന്ധാവതരണം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പം അവിടെ പല പ്രസൻറ്റേഷൻസും കാണുമ്പം ആഫ്രിക്കയിലേക്കുള്ള ഇന്ത്യയുടെ മാർക്കറ്റിനെ പറ്റിയാണ് ഈ പറയുന്നത്. ആയുഷ് മെഡിസിൻസ് മറ്റത് കൂടാതെ, അതായത് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിനൊക്കെ കൂടാതെ ഇന്ത്യയുടെ ആയുഷ് മെഡിസിൻസ് അവിടെ പ്രചരിക്കുന്നു, പ്രത്യേകിച്ച് വെറ്റിനറി മേഖലയിലൊക്കെ. അപ്പം വെറ്റിനറി മേഖല എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ വലിയൊരു ഏരിയയാണ്. അവിടെ കന്നുകാലി വളർത്തലൊക്കെ ധാരാളമുണ്ട്. വലിയ നിരവധി ഗ്രാമങ്ങളുണ്ട് കന്നുകാലികളെ വളർത്തി അവയുടെ ഉൽപ്പന്നങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത്. അവർക്കൊക്കെ ആവശ്യമുള്ള പലതുമുണ്ട്. അതിലേക്കൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ പെറ്റ്സിൻ്റെ വളർത്തൽ, ഇങ്ങനെയൊക്കെ ആയിട്ട്. എന്തൊക്കെയായാലും ശരി, ഒരു പുതുയുഗം ഗൾഫിൻ്റെയും ആഫ്രിക്കയുടെയും ആയിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ ഒരു പുതുയുഗം പിറന്നിരിക്കുന്നു. അത് ഇന്നത്തെ ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി ഉയരത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന ഒന്നാണ്. ഈ രാജ്യങ്ങളുമായിട്ട് ആവർത്തിക്കാം, സൈനിക കരാറ്, സാമ്പത്തിക കരാറ്, കാർഷിക കരാറ്, അതുപോലെ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്, ഇങ്ങനെയുള്ള പലതും നിലവിൽ വന്നിരിക്കുകയാണ്. ഡീഡോളറൈസേഷനുള്ള സ്റ്റെപ്പിന് ഒന്നുകൂടി അത് ശക്തി പകരുന്നു. രൂപ ശക്തി പ്രാപിക്കും. രൂപയും നമ്മൾ രൂപ മാത്രം അവരെ അടിച്ചേൽപ്പിക്കുകയല്ല, അവരുടെ കറൻസിയും കൂടെ എടുത്തുകൊണ്ടാണ്. എന്തായാലും ഒരു 50 രാജ്യങ്ങളിലേക്കെങ്കിലും നമ്മൾ കച്ചവടം നടത്തുമ്പോൾ അത് രൂപയും ലോക്കൽ കറൻസി ആണെങ്കിൽ 50 രാജ്യങ്ങളെങ്കിലും രൂപ സ്വീകരിക്കുന്നു, രൂപയിൽ പേയ്മെൻറ്റ് തരുന്നു എന്നൊരർത്ഥം അവിടെ ഉണ്ടല്ലോ. അത് കുറച്ചൊന്നും അല്ല. നാളെ ഒരു കാലത്ത് ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് രൂപയുടെ മൂല്യം കൂടുന്നല്ല, പക്ഷേ അത് പതിയെ പതിയെ വർദ്ധിക്കും. രൂപ തന്നെ ഒരു ആഗോള കറൻസി ആയിട്ട് മാറും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഭംഗി പോലെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഒരു പ്രതീകം എന്ന പോലെ. പക്ഷേ അതിനപ്പുറമുള്ള നേട്ടങ്ങൾ നമ്മുടെ കച്ചവടക്കാർക്കും നമ്മുടെ ഉൽപ്പാദകർക്കും നമ്മുടെ എക്സ്പോർട്ടേഴ്സിനും ലഭിക്കുകയാണ്. അമേരിക്ക നമുക്കുണ്ടാക്കി തന്ന നഷ്ടമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത്, നഷ്ടമുണ്ടായിട്ടില്ല, അത് വേറൊരു കാര്യം. എങ്കിലും നമ്മളുടെ നഷ്ടമുണ്ടായാലോ എന്ന് കരുതി പരിഹാരങ്ങൾ കാണുമ്പോൾ അവിടെ നമുക്ക് പുതിയ മേഖലകൾ തുറന്നു കിട്ടുന്നു. നമ്മുടെ വ്യാപാര വ്യവസായങ്ങളുടെ ഭാവി കൂടുതൽ ശോഭനമാകുന്നു. ഇതാണ് സംഭവിക്കുന്നത്.